ചിത്രത്തിന്റെ തുടക്കത്തിൽ കപ്പലിൽ ഇരുന്നുകൊണ്ട് ഒരച്ഛൻ തന്റെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബാഗ്ദാദ് എന്ന മാന്ത്രിക രാജ്യത്തിന്റെ കഥ, അവിടുത്തെ അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ. ബാഗ്ദാദിന്റെ തെരുവിൽ മോഷണം നടത്തുന്ന ഒരു കൊച്ചു പയ്യനാണ് അലാവുദ്ദീൻ. അവന് കൂട്ടായിട്ട് അബു എന്ന അവന്റെ ഒരു കുരങ്ങച്ചനും കൂടെ കാണും. അവനൊരു കള്ളനാണ്. പക്ഷേ മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോവില്ല എന്ന് പറഞ്ഞ പോലെ അലാവുദ്ദീൻ കട്ടതൊക്കെ അവൻ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചിലവാക്കുകയാണ് പതിവ്. അങ്ങനെയിരിക്കെ ആ തെരുവിലേക്ക് ഒരു പെൺകുട്ടി വന്ന് പട്ടിണി കിടക്കുന്നവർക്ക് ഫ്രീ ആയി കടയിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുത്തു. കടക്കാരൻ അവളുടെ കയ്യിലെ സ്വർണ്ണവള എടുത്തപ്പോൾ അലാവുദ്ദീൻ ഇടപെട്ട് ആ സ്വർണ്ണവള ആ കടക്കാരന് നേടിക്കൊടുത്ത് ആ പെൺകുട്ടിയുമായി പോകുമ്പോൾ ശരിക്ക് ആ കടക്കാരനെ പറ്റിച്ച് ആ സ്വർണ്ണവള അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കടക്കാരൻ ഇത് മനസ്സിലാക്കിയതും ആ പെൺകുട്ടിയുടെയും അലാവുദ്ദീന്റെയും പിറകെ പോകുന്നു. എന്നാൽ കെട്ടിടങ്ങളിൽ നിന്ന് കെട്ടിടത്തിലേക്ക് ചാടി അലാവുദ്ദീൻ ആ പെൺകുട്ടിയെ തന്റെ താവളത്തിലേക്ക് എത്തിച്ചു. നിന്റെ വസ്ത്രധാരണം കണ്ടിട്ട് നീ സാധാരണ പെൺകുട്ടിയല്ല, കൊട്ടാരത്തിലാണോ നീ താമസിക്കുന്നത്? നീ രാജകുമാരിയുടെ തോഴിയാണോ എന്ന് അലാവുദ്ദീൻ ചോദിക്കുന്നു. അതെ, ഞാൻ രാജകുമാരിയുടെ തോഴിയാണ്. എന്റെ പേര് ഡാലിയ എന്നാണ്. അപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഈ പെൺകുട്ടി അവിടേക്ക് പോകാൻ നിൽക്കുന്നത്. അല്ല, എന്റെ വള തരൂ എന്ന് ഡാലിയ പറയുന്നു. അന്നേരം അലാവുദ്ദീൻ അയ്യോ, ഞാനത് എവിടാ വെച്ചത് എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ അമ്മ തന്ന വളയാണ്, നിങ്ങൾ കളിക്കാതെ അതെനിക്ക് തരൂ എന്ന് ആ പെൺകുട്ടി പറയുന്നു. പക്ഷേ അലാവുദ്ദീന്റെ പക്കൽ ആ വളയില്ലായിരുന്നു. ഇവനൊരു കള്ളനായതുകൊണ്ട് അവനെ തെറ്റിദ്ധരിച്ച് ആ പെൺകുട്ടി പോയി. ശേഷം നമ്മൾ ജാഫർ എന്നൊരാളെ കാണുകയാണ്. ഇയാൾ ബാഗ്ദാദിന്റെ രാജാവിന്റെ ഉപദേഷ്ടകനാണ്. ഇയാൾക്ക് ഏറ്റവും അത്യാവശ്യം മാന്ത്രിക ഗുഹയിൽ പോയി മാന്ത്രിക വിളക്ക് ഇടക്കുക എന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് ചെറുപ്പക്കാരുമായിട്ട് ഇയാൾ അവിടേക്ക് പോകാറുണ്ട്. പക്ഷേ ആ വിളക്കെടുക്കാൻ പ്രാപ്തനായിട്ടുള്ളത് വളരെ മനസ്സിൽ നന്മയുള്ള ഒരാളായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷെ ഇതുവരെ കൊണ്ടുപോയ ചെറുപ്പക്കാർക്കൊന്നും ആ വിളക്കെടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമ്മുടെ അലാവുദ്ദീന് സാധിക്കും കേട്ടോ. പിന്നീട് നമ്മൾ കൊട്ടാരം കാണുകയാണ്. അവിടുത്തെ രാജകുമാരിയെ പെണ്ണ് കാണാൻ മറ്റൊരു രാജകുമാരൻ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഡാലിയ എന്ന് പേര് പറഞ്ഞ ഈ പെൺകുട്ടിയാണ് ഇവിടുത്തെ രാജകുമാരി എന്നും അവളുടെ യഥാർത്ഥ പേര് ജാസ്മിൻ എന്നാണെന്നും അറിയുന്നത്. ഇപ്പൊ വന്ന രാജകുമാരനെ ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ജാഫർ രാജാവിനോട് വന്ന് നിങ്ങൾ അവളെ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അയൽ രാജ്യക്കാരൊക്കെ നമ്മളോട് യുദ്ധം ചെയ്യാനായി പുറപ്പാടെടുക്കുകയാ എന്ന് പറയുന്നു. ജാഫറിന്റെ കയ്യിലുള്ള മാന്ത്രിക വടി വെച്ച് രാജാവിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പല തീരുമാനങ്ങളും എടുപ്പിക്കാറുണ്ട്. ഇപ്പോ നമ്മുടെ ജാസ്മിൻ വന്നപ്പോ അത് നടന്നില്ല. ജാസ്മിനോട് രാജാവും പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അല്ലാതെ ഒരു പെൺകുട്ടിക്ക് രാജ്യം നോക്കി നടത്താൻ സാധിക്കില്ലെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജാസ്മിൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു വള കയ്യിൽ കിട്ടിയ നമ്മുടെ അലാവുദ്ദീൻ അത് തിരിച്ചു കൊടുക്കാനായിട്ട് കൊട്ടാരത്തിലെ തോഴി എന്നോണം ജാസ്മിനെ കാണാനായിട്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇവിടേക്ക് അലാവുദ്ദീൻ വരുന്നത് ജാഫറിന്റെ തത്തയായിട്ടുള്ള ലാഗോ കാണുന്നുണ്ടായിരുന്നു. ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇവിടേക്ക് കയറി വന്ന ആ സാഹസികനായിട്ടുള്ള അലാവുദ്ദീനെ ജാഫറും കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു വള തിരിച്ചു കൊടുത്ത് അവൾ തോഴിയാണെന്ന് കരുതിയിട്ട് അവളുടെ തലയിൽ ഒരു ക്ലിപ്പും എടുത്തോണ്ട് ഇവൻ പുറത്തേക്ക് പോവുകയാണ്. ഇത് തിരിച്ചു കൊടുക്കാൻ വരുമ്പോ അവളെ പിന്നെയും കാണാമല്ലോ. പക്ഷേ പുറത്തിറങ്ങിയ അവനെ ജാഫർ പിടികൂടിയിട്ട് നേരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നീ തോഴി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അവൾ തന്നെയാണ് ഈ ബാഗ്ദാദിന്റെ രാജകുമാരി. അവളാണ് ജാസ്മിൻ. പിന്നെ അവളെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് പൈസ വേണം. ആ പൈസ നിനക്ക് ഞാൻ തരാം. പകരം ഇവിടെയുള്ള ഒരു മാന്ത്രിക ഗുഹയിലേക്കകത്ത് കയറി മാന്ത്രിക വിളക്ക് നീ എടുത്ത് എനിക്ക് തരണമെന്ന് പറയുകയാണ്. അവളെ സ്വന്തമാക്കാൻ വേണ്ടി അലാവുദ്ദീൻ അപ്പോൾ തന്നെ അതിന് സമ്മതം അറിയിച്ചു. അങ്ങനെ ആ മാന്ത്രിക ഗുഹയ്ക്കരികിലേക്ക് ജാഫർ അലാവുദ്ദീനുമായി പോയി. അതിനകത്ത് നിന്ന് ഒരു ശബ്ദമുണ്ടായിരുന്നു, അർഹതപ്പെട്ടവർക്ക് മാത്രം ലഭിക്കും എന്നുള്ളൊരു കാര്യം. ജാഫർ അവൻ അകത്ത് കയറുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഒരുപാട് സ്വർണവും വജ്രവും ഒക്കെ കാണും. പക്ഷെ അതിലൊന്നും നീ തൊടാൻ പോലും പാടില്ല. അങ്ങനെയെങ്കിൽ ഈ ഗുഹയ്ക്കകത്തുള്ള ആത്മാക്കൾ നിന്നെ ആക്രമിക്കുമെന്ന്. അതൊക്കെ മനസ്സിൽ വെച്ചാണ് അലാവുദ്ദീനും അബു എന്ന അവന്റെ കുരങ്ങനും കൂടി അകത്തോട്ട് കയറുന്നത്. അവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു ആ ഗുഹയ്ക്കകത്ത് അലാവുദ്ദീനെ കാണാൻ സാധിച്ചത്. എന്നാൽ അതിലൊന്നും തൊടാതെ നമ്മുടെ അലാവുദ്ദീൻ മുന്നോട്ട് പോയപ്പോൾ ഒരു പരവതാനി ഒരു പാറയിൽ ഉടക്കി നിൽക്കുന്നത് കണ്ടു. എന്നാൽ അലാവുദ്ദീൻ ആ പരവതാനിയെ രക്ഷിച്ച് ആ മാന്ത്രിക വിളക്കെടുത്തതും അറിയാതെ അബുവിന്റെ കൈ ഇതിലെ ഒരു രത്നത്തിൽ കൊണ്ടു. ശരിക്ക് ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യം നടന്നതും ഇവിടുത്തെ ആത്മാക്കൾ കോപാകുലരായിട്ട് അവിടെ മുഴുവൻ തീനാളങ്ങൾ ഒഴുകാൻ തുടങ്ങി, ലാവ ഒഴുകാൻ തുടങ്ങി.
അവിടെ നിന്ന് അലാവുദ്ദീൻ ആ ഒരു വിളക്കുമെടുത്ത് അബുവിനെയും കൂട്ടി രക്ഷപ്പെടുകയാണ്. അവരെ സഹായിക്കാൻ ആ പരവതാനിയും ഉണ്ടായിരുന്നു. അങ്ങനെ ജാഫറിനോട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിടിച്ചു കയറ്റൂ എന്ന് അലാവുദ്ദീൻ പറയുമ്പോൾ, ആദ്യം നീ ആ മാന്ത്രിക വിളക്ക് എന്റെ കയ്യിൽ തരൂ, എന്നിട്ട് ഞാൻ നിങ്ങളെ പിടിച്ചു കയറ്റാമെന്ന് ജാഫർ പറയുകയാണ്. പെട്ടെന്ന് തന്നെ അലാവുദ്ദീൻ ആ വിളക്കെടുത്ത് കൊടുത്തതും ജാഫർ ഇവരെ താഴെയിടാൻ ശ്രമിച്ചു. എന്നാൽ അബു ജാഫറിനെ ആക്രമിച്ചെങ്കിലും ഇവര് രണ്ടുപേരും താഴേക്ക് വീഴുകയാണ്. ജാഫർ ഈ ഗുഹയുടെ വാതിൽ അടച്ചുകൊണ്ട് പുറത്തെത്തിയിട്ട് ഈ ഒരു വിളക്ക് നോക്കുമ്പോൾ അത് തന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അയാൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അബു ആക്രമിക്കുന്ന സമയത്ത് ആ വിളക്ക് അവൻ തന്നെ കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അബു അലാവുദ്ദീന് കൊടുത്തു. പഴയ വിളക്ക് വെറുതെ പൊടി തട്ടാൻ ഉരച്ചു നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഭൂതം പുറത്തേക്ക് വന്നു. കൽപ്പിച്ചാലും ഗുസൂർ എന്ന് ആ ഒരു ഭൂതം പറയുകയാണ്. ഈ വിളക്കിനുള്ളിലുള്ള അടിമയാണ് ഞാൻ, നിങ്ങൾ എന്റെ യജമാനനാണ്. നിങ്ങൾ പറയുന്ന 3 ആഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഈ ഭൂതം പറഞ്ഞു. ഇതിന്റെ രൂപം കണ്ട് നമ്മുടെ അലാവുദ്ദീൻ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ രൂപവും അത് ശരിയാക്കി അലാവുദ്ദീനുമായി അത് ഗുഹയ്ക്ക് പുറത്തോട്ട് വന്നു. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത്രയും വലിയ നിങ്ങളെങ്ങനെ ഈ ഒരു കുട്ടി വിളക്കിനകത്തായി പോയതെന്നൊക്കെ അലാവുദ്ദീൻ ചോദിക്കുകയാണ്. എന്റെ ആഗ്രഹത്തിന്റെ കാര്യം ചോദിച്ചല്ലോ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അലാവുദ്ദീൻ തിരിച്ച് ജീനിയോട് ചോദിക്കുന്നു. സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ജീനി പറഞ്ഞു. പക്ഷേ ആ ആഗ്രഹം നടക്കാനായിട്ട് എന്റെ ഒരു യജമാനൻ അത് ആഗ്രഹമായി വിചാരിക്കണമെന്നും പറയുകയാണ് ജീനി. എന്നാൽ അലാവുദ്ദീൻ എന്റെ 3ാമത്തെ ആഗ്രഹം അതായിരിക്കുമെന്ന് പറയുന്നു. ശേഷം ജാസ്മിനോടുള്ള അവന്റെ ഇഷ്ടവും പറയുകയാണ്. അന്നേരം ജീനി അവനെ ഒരു രാജകുമാരനാക്കി മാറ്റിയിട്ട് ബാഗ്ദാദിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവന്റെ ഇപ്പോഴത്തെ പേര് അലി രാജകുമാരൻ എന്നായിരുന്നു. എന്നാൽ ഇവന് ഈ ഒരു രാജകുമാരന്റെ ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ. സംസാരത്തിലൊക്കെ പേടിയാണ്. ആർക്കും മനസ്സിലായില്ലെങ്കിലും ജാഫറിന് ചെറിയൊരു സംശയം വരുന്നുണ്ട്. അവൻ അക്കാര്യം ചോദിക്കുന്നുമുണ്ട്. പക്ഷെ ഇവൻ തുറന്നൊന്നും പറയുന്നില്ല. ഒരു മണ്ടനെ പോലെ അലി രാജകുമാരൻ, അതായത് നമ്മുടെ അലാവുദ്ദീൻ അവരോട് സംസാരിക്കുന്നു. അന്ന് രാത്രിയിലെ ഡിന്നറുണ്ട്, അപ്പൊ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ രാജാവ് പോവുകയാണ്. ഇവർ ആ ഡിന്നറിന് പോകുമ്പോൾ ജാഫർ വീണ്ടും അലാവുദ്ദീൻ അടുത്തേക്ക് വന്നെങ്കിലും ജീനി അവനെ രക്ഷപ്പെടുത്തി നേരെ ആ ഡാൻസ് പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജാസ്മിന് ഡാൻസ് കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അലാവുദ്ദീന് ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും ജീനി അവനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ച് ജാസ്മിന്റെ ഉള്ളിൽ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാക്കിപ്പിച്ചിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ അലാവുദ്ദീന് ജാസ്മിനെ കാണാൻ പോകണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് തോഴിയെ നമ്മുടെ ജീനിയെ കൊണ്ട് അവൻ മാറ്റിപ്പിച്ചു. അന്നേരം ജാസ്മിൻ ആണെങ്കിൽ ഇവന്റെ നാട് മാപ്പിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീനിയുടെ സഹായം കൊണ്ട് മാപ്പില് ഇവന്റെ നാട് അവൻ വരപ്പിച്ച് ചേർക്കുകയും ഇവരുടെ ആ മാന്ത്രിക പരവതാനിയില് നമ്മുടെ ജാസ്മിനെ ലോകം ചുറ്റി കാണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജാസ്മിനും സംശയമുണ്ട് ഇവൻ അലാവുദ്ദീൻ ആണോ എന്ന്. ദേ അബു പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലാവുദ്ദീൻ ആണോ അല്ലയോ എന്ന് ജാസ്മിൻ തെളിയിക്കുകയാണ്. അന്നേരം അലാവുദ്ദീൻ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും അലി രാജകുമാരനാണ്, എന്നാൽ സാധാരണക്കാരുടെ ജീവൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സാധാരണക്കാരനായിട്ട് നടന്നിരുന്നതെന്ന്. അന്ന് രാത്രിയില് തിരിച്ച് റൂമിലേക്ക് പോകുന്ന അലാവുദ്ദീനെ ജാഫർ പിടികൂടിയിട്ട് ഒരു ഗോപുരത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുകയാണ്. നീ അലാവുദ്ദീൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ അടുത്തുള്ള ആ അത്ഭുത വിളക്കെവിടെ, അതെനിക്ക് നീ തിരിച്ചു തരണമെന്ന് ജാഫർ പറയുമ്പോൾ, ഞാൻ അലാവുദ്ദീനും അല്ല, എന്റെ കയ്യിലും മാന്ത്രിക വിളക്കുമില്ല, ഞാൻ അലി രാജകുമാരനാണെന്ന് അവൻ വീണ്ടും പറഞ്ഞു. അന്നേരം അലാവുദ്ദീനെ ഇയാള് വെള്ളത്തിലേക്ക് തട്ടിയിട്ടു. കൃത്യസമയത്ത് നമ്മുടെ അബു ആ ഒരു മാന്ത്രിക വിളക്കും അവന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോധം നഷ്ടപ്പെടുന്നതിന് മുൻപ് അലാവുദ്ദീന്റെ കൈ അറിയാതെ ആ ഒരു മാന്ത്രിക വിളക്കിൽ ഉരസുകയാണ്. പക്ഷെ ബോധം നഷ്ടപ്പെട്ട അലാവുദ്ദീന് ജീനിയോട് കൽപ്പിക്കാൻ പറ്റില്ല. അന്നേരം ജീനി ഒരു നിയമം എഴുതിയിട്ട് അവനെ കൊണ്ട് പേപ്പർ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, അതായത് അവന്റെ 2ാമത്തെ ആഗ്രഹം നടത്തിപ്പിക്കാനായിട്ട്. ഈ സമയത്ത് ജാഫർ അലി രാജകുമാരനെ നമ്മുടെ രാജാവിന്റെയും രാജകുമാരിയുടെയും മുന്നിൽ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടേക്ക് കടന്നു വന്ന്, ഈ ജാഫർ ദുഷ്ടനാണ്, അവന്റെ കയ്യിലുള്ളത് ഒരു മാന്ത്രിക ദണ്ഡാണെന്നൊക്കെ പറഞ്ഞ് അത് വലിച്ചു പൊട്ടിച്ച് രാജാവിന് അയാളുടെ ദുഷ്ടത്തരം കാണിച്ചു കൊടുത്തു. അങ്ങനെ ജാഫറിനെ രാജാവ് തുറങ്കലിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടുത്തെ രാജാവാകണം, ഇതൊരു സാമ്രാജ്യമാക്കണം എന്നുള്ളതായിരുന്നു. ജാഫറിന്റെ തത്തയായിട്ടുള്ള ലാഗോ പക്ഷെ ജാഫറിന് തുറങ്കലിന്റെ ചാവി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമയത്ത് രാജാവും രാജകുമാരിയും അലാവുദ്ദീനോട് ഇവരെ രക്ഷിച്ചതിന്റെ പേരിൽ നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും പക്ഷെ അലി രാജകുമാരനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു. ജാസ്മിൻ എന്നോട് ഇഷ്ടം വരും എന്നൊക്കെ പറഞ്ഞ് അലാവുദ്ദീൻ വമ്പൻ ഷോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് ചിലപ്പോ നിന്റെ ആവശ്യമൊന്നും വരില്ല, നീ ഇപ്പൊ എന്റെ തോഴനാണ്, എന്നാലും അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അലാവുദ്ദീൻ പറയുന്നുണ്ട്. ശേഷം അബുവിനോടൊത്ത് ഇവൻ ചുമ്മാ അവിടുത്തെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവനെ ആരോ വന്ന് തട്ടുന്നുണ്ട്.
അത് മറ്റാരും അല്ലായിരുന്നു, ജാഫർ ആയിരുന്നു. ജാഫർ ആ ഒരു തട്ടിലൂടെ ഒരു അത്ഭുത വിളക്ക് കൈക്കലാക്കിയിട്ടുണ്ട്. നമ്മുടെ അലാവുദ്ദീൻ നേരെ പോകുന്നത് അവൻ പണ്ട് താമസിച്ചിരുന്ന അവന്റെ താവളത്തിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇപ്പോഴുള്ള അവന്റെ മനസ്സും ഇവിടെ താമസിക്കുമ്പോൾ എത്ര നന്നായിരുന്നു അവന്റെ മനസ്സെന്നൊക്കെ നമ്മുടെ അലാവുദ്ദീൻ മനസ്സിൽ ഓർക്കുകയാണ്. പെട്ടെന്നാണ് അത്ഭുത വിളക്ക് കാണാതായത് അലാവുദ്ദീൻ അറിയുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ഈ അത്ഭുത വിളക്ക് കൈക്കലാക്കിയ ജാഫർ ഭൂതത്തിനെ അടിമയാക്കിയിട്ട് അവിടുത്തെ രാജാവായി മാറുന്നുണ്ട്. ശേഷം ഇവിടുത്തെ സേനാനായകനോട് അവിടുത്തെ ഒറിജിനൽ രാജാവിനെയും രാജകുമാരിയും തുറങ്കലിൽ അടയ്ക്കാൻ പറയുമ്പോൾ രാജകുമാരിയാണെങ്കിൽ എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആർക്കും ആവില്ല എന്ന് പറയാണ്. രണ്ടാമത്തെ ആഗ്രഹമായിട്ട് ജാഫർ ചോദിക്കുന്നത് എന്നെ വലിയൊരു മന്ത്രവാദിയാക്കണമെന്നായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം നിറവേറി കിട്ടിയ ജാഫർ ഇവരെ എല്ലാവരെയും തന്റെ മന്ത്രശക്തി കൊണ്ട് തളച്ചിടാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. ആ സമയത്തേക്ക് അലാവുദ്ദീനും ഈ ഒരു അത്ഭുത വിളക്ക് കൈക്കലാക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അവനെയും നമ്മുടെ ജാഫർ പിടികൂടി. എന്നിട്ട് ഇവൻ ശരിക്കും അലി രാജകുമാരനല്ല, അലാവുദ്ദീൻ ആണെന്ന് നമ്മുടെ ജാസ്മിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. ശേഷം അവനെ ഒരു മഞ്ഞ് കൂട്ടമുള്ള അല്ലെങ്കിൽ ഒരു മഞ്ഞുള്ള സ്ഥലത്തേക്ക് ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ ലോക്കായിരിക്കുകയാണ്. ശേഷം ജാഫർ ആവശ്യപ്പെടുന്നത് ജാസ്മിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമാണ്. അന്നേരത്ത് നമ്മുടെ ജീനിയാണെങ്കിൽ അലാവുദ്ദീനെ സഹായിക്കാൻ പരവതാനിയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ മറ്റൊരു വഴിയുമില്ലാതെ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷെ അപ്പോഴാണ് ഒരു പരവതാനി അങ്ങോട്ട് വരുന്നത് അവൾ കാണുന്നത്. സൂത്രത്തില് ജാഫറിന്റെ കയ്യിൽ നിന്ന് മാന്ത്രിക വിളക്ക് കൈക്കലാക്കിയ നമ്മുടെ ജാസ്മിൻ പരവതാനിയിലേക്ക് എടുത്ത് ചാടിയതും അലാവുദ്ദീനും അബുവും അവളെ രക്ഷിക്കുന്നുണ്ട്. ആ സമയം ജാഫർ തന്റെ തത്തമ്മയെ വലുതാക്കി മാറ്റി, വലിയൊരു ജീവിയാക്കി മാറ്റി ഇവരുടെ അടുത്ത് നിന്ന് ഈ ഒരു മാന്ത്രിക വിളക്ക് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രാജാവ് അതിനിടയ്ക്ക് ജാഫറിന്റെ മാന്ത്രിക വടിയൊക്കെ പൊട്ടിക്കാൻ നോക്കി, അതൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ വളരെ റേസിങ്ങിനൊക്കെ ശേഷം അവസാനം ഈ ഒരു മാന്ത്രിക വിളക്ക് ജാഫറിന്റെ കൈക്കൽ തന്നെ ആയി മാറുകയാണ്. ശേഷം ജാഫറിനോട് നമ്മുടെ അലാവുദ്ദീൻ പറയുന്നുണ്ട്, അല്ല എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടാമതാണ്, ജീനി ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ കേട്ട് ഭ്രാന്തെടുത്ത നമ്മുടെ ജാഫർ ജീനിയോട് മൂന്നാമത്തെ ആഗ്രഹം ആവശ്യപ്പെടുകയാണ്, നിന്നെ പോലെ എന്നെ ശക്തനാക്കണമെന്ന്. പക്ഷെ ജീനി എന്ന് പറയുന്നത് ഭൂതമാണ്. അപ്പോ അവനെ പോലെ ശക്തനാക്കണമെന്ന് പറഞ്ഞ ജാഫറും ഒരു ഭൂതമായി പോയി. ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ടൊരു യജമാനൻ വേണം. അങ്ങനെ നമ്മുടെ ജാഫർ ഒരു കുട്ടി ഭൂതമായിട്ട് എങ്ങനെയായിരുന്നോ ജീനി അതുപോലെ ഒരു മാന്ത്രിക വിളക്കിനകത്ത് അകപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം നമ്മുടെ അലാവുദ്ദീൻ വന്ന് രാജാവിനോടും രാജകുമാരിയോടും ഞാൻ ശരിക്കും രാജകുമാരനൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ടവനാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജീനി നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ അലാവുദ്ദീൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കുപോലെ തന്നെ നിങ്ങളൊരു മനുഷ്യനാക്കി മാറ്റുക എന്നാണെന്ന് നമ്മുടെ അലാവുദ്ദീനും പറയാണ്. ശേഷം നമ്മുടെ ജീനിയും ജാസ്മിന്റെ തോഴിയായിട്ടുള്ള ഡാലിയയും കൂടെ കല്യാണം കഴിക്കുകയാണ്. അലാവുദ്ദീൻ ജാസ്മിന്റെ വരനായിട്ട് മാറുകയും ചെയ്യാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മളെ ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണെന്നാണ് റിവീൽ ചെയ്യുന്നത്. അത് നമ്മുടെ ജീനി ആയിരുന്നു. അവരിപ്പോ നല്ല സുന്ദരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഇത്തരത്തിലെ നല്ലൊരു സീനോട് കൂടിയിട്ടാണ് 2019 റിലീസായ അലഡീൻ എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ ഈ ഒരു മൂവി എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട് അല്ലെ. കൊച്ചുനാള് മുതൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ആ ഒരു കഥ. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോഴും അതിന്റെ പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് കേൾക്കാനും അതുപോലെ ഈ ഒരു ഫിലിം കാണാനായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ലൊരു കഥയാണ്. അറേബ്യൻ നാടുകളിലെ കഥ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, കൊച്ചുനാളിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാല്യത്തെ സുന്ദരമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. ഞാനൊക്കെ ആദ്യം ഈ ഒരു സിനിമ എന്നല്ല, ഈ ഒരു കഥ തന്നെ, ഇതിന്റെ കഥകളാണ് നമ്മളൊക്കെ ആദ്യം കേട്ടിട്ടുള്ളത് കേട്ടോ. സിനിമയൊക്കെ കാണുന്നതിന് മുൻപ് കഥയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു മാന്ത്രികകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അതുപോലെ ഇതിലത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കൽപ്പിച്ചാലും ഗുസൂർ എന്ന് പറയുന്ന പണ്ടൊരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിലിം തന്നെ ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ടുണ്ടായിരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ആദ്യത്തെ ഡയലോഗാണിത്. അപ്പം ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഇത്ര പേർക്ക് അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടു എന്നും അതുപോലെ നിങ്ങളുടെ ജീനി ഫാൻസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതിലെ വിൽ സ്മിത്തിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫിലിം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും പറയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീണ്ടും കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. കൂടെ തന്നെ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൂടെ കൊടുത്തു വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്.
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ ഏത് കാറ്റഗറി മൂവീസ് ആണോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം, സജഷൻസ് എന്തൊക്കെയാണ്, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, മാറ്റങ്ങൾ വരുത്തണോ, അതൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.